യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ ജൂനിയർ ടീമുകളിലേക്ക് ഇന്ത്യയിലെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയച്ച് അവിടെ നമ്മൾ അംഗത്വം കൊടുക്കുക. ഏത് ക്ലബ്ബെന്ന് നോക്കേണ്ട, പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലെയൊക്കെ ജൂനിയർ ടീമുകളിൽ നമ്മൾ നിറയ്ക്കുക നമ്മുടെ കുട്ടികളെ കൊണ്ട്. ഇത് വരുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന അടുത്ത നെറേറ്റീവ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് താങ്കൾ വിചാരിക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ. ആ, ഈ വാസ്തവത്തിൽ അതാണ് അടുത്ത മണ്ടത്തരം. ഇതൊരു ബ്രെയിൻ ഡ്രെയിനേ അല്ല. നമ്മളൊരു ചെറിയ ടീമിനെ എടുക്കുക, ഘാന, നല്ല വേണ്ട, കേപ്പ് വെർദെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം ടീമുകൾ, കൊച്ചു ടീമുകൾ എന്ന് പറയുന്ന ടീമുകളുടെ കളിക്കാരൊക്കെ തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലാണ് കളിക്കുന്നത്. അവർ ഈ ലോകകപ്പ് പോലുള്ള സമയത്ത് അവിടുന്ന് ലീവ് എടുക്കുകയല്ല, ആ സമയത്ത് അവർക്ക് അവധി കൊടുക്കും. നാട്ടിൽ വന്ന് അവരാണ് ഇന്ത്യൻ ടീമോ അല്ലെങ്കിൽ അതത് രാജ്യത്തിൻ്റെ ടീമായി മാറുന്നത്. ഇപ്പോൾ ഘാന ടീമായി മാറുന്നത് ഈ ലീവ് എടുത്ത് വരുന്ന യൂറോപ്പിൽ നിന്ന് വരുന്ന ഈ പ്ലെയേഴ്സ് ഇവിടെ നാട്ടിൽ വരും, അവർ ഘാന ടീമായി മാറും. കേപ്പ് വെർദെ ഇവരൊക്കെ അവിടെ പോയി ഒന്നിച്ച് കളിച്ചവരുമാണ് കേട്ടോ. ഇവിടെ ചവിട്ടി കൂട്ടുന്നത് കണ്ടാൽ പരമ്പരാഗത ശത്രുക്കളാണെന്ന് വിചാരിക്കും, അവിടെ ഒന്നിച്ച് കളിക്കേണ്ടവരാണ് ഇവർ. അതാണ് ഏറ്റവും വലിയ തമാശ. എന്തായാലും ഈ കളിക്കാരൊക്കെ എങ്ങനെയാണോ അതത് രാജ്യത്തിൻ്റെ നാഷണൽ ടീംസായി മാറുന്നത്, ഇതുപോലെ ഇന്ത്യക്കായിക്കൂടെ? അവിടെ എവിടെയും ഇല്ലല്ലോ ഈ ബ്രെയിൻ ഡ്രെയിൻ വാദം, ഇല്ലല്ലോ. ഇത് ബ്രെയിൻ ഡ്രെയിൻ അല്ല, ബ്രെയിൻ ഗെയിനാണ്. കാരണം നമ്മൾ അവിടെ ആൾക്കാരെ പറഞ്ഞയക്കുന്നു, അറിവോടുകൂടി അവർ തിരിച്ചു കിട്ടുന്നു, ലോകകപ്പിന് നമുക്ക് വേണ്ടി കളിക്കുന്നു. പ്രധാനപ്പെട്ട എവിടെ നിന്നായാലും അറിവുകൾ കിട്ടുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കുക. അതെ, ആ അറിവ് സ്വീകരിക്കാൻ വേണ്ടി അവർ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന പോലെ എടുത്താൽ മതി. പക്ഷേ പറയാൻ പോകുന്നതല്ല ബ്രെയിൻ ഡ്രെയിൻ. ഇതാ ഇന്ത്യൻ കളിക്കാരെ വിദേശത്തേക്ക് വിൽക്കുന്നു എന്നൊക്കെ പറയാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. അതാരാണ് പറയാൻ പോകുന്നതെന്ന് താങ്കൾക്ക് അറിയാം. അപ്പോൾ ഇത് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതാണ് ഒരു സൊല്യൂഷൻ. അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, ജപ്പാൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ തന്നെ വിദേശ ക്ലബ്ബുകളിൽ, എന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ അവർ ബ്രസീലിനെ വരെ ഇത്രയധികം ഞെട്ടിച്ചത്. അവരെ കഷ്ടപ്പെടുത്തിയില്ലേ? ഒന്നാമത്തെ ഗോൾ അടിച്ചത് ജപ്പാനാണ്. പിന്നെയല്ലേ ബ്രസീലിന് തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. അത് ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലേക്ക് അവർ ഉയരേണ്ടി വന്നു. എന്നിട്ടാണ് ജപ്പാനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ജപ്പാൻ എത്രത്തോളം ഭയക്കേണ്ട ടീമാണെന്ന് അവർക്ക് അറിയാം. കാരണം കൂടെ കളിക്കുന്നവർ ഇവരൊക്കെ തന്നെ ബയേൺ മ്യൂണിക്കിലും അല്ലെങ്കിൽ എന്താ പറയുക ലിവർപൂളിലൊക്കെ കളിക്കുന്ന സമയത്ത് കൂടെ അപ്പുറത്ത് കളിക്കുന്നവരാണ് ജപ്പാനിൽ എതിരാളികളായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ അവർക്ക് അറിയാം. ഇതാണ് ഇന്ത്യ ചെയ്യേണ്ടുന്നത് തൽക്കാലം. അല്ലാതെ ഇവിടുത്തെ കോച്ചുമാരും ഇവിടുത്തെ പഴയ സിസ്റ്റവും ഇവിടുത്തെ മോഹിനിയാട്ടവും വെച്ച് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള പണം മുടക്കലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കുക. അതുപോലെ സ്ഥലങ്ങളുണ്ട്. ഈ റോം ഒളിമ്പിക്സിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. അതായത് ടോപ്പ് 4ൽ ഇപ്പം ഒളിമ്പിക്സിൻ്റെ അതെ, അതിനൊരു മറുവശമുണ്ട്. ആകെ 4 ടീമേ പങ്കെടുത്തിട്ടുള്ളൂ. അതെ, പക്ഷേ നന്നായിട്ട് കളിച്ചു. ഇനി അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് ഇല്ലെന്ന് പറയും. പിന്നെ വേറൊന്ന് ചെയ്യുന്നുണ്ട്, എനിക്കതിൻ്റെ ഇപ്പോഴും അങ്ങോട്ട് അതിൻ്റെ സത്യാവസ്ഥ എത്ര എന്നുള്ളതാണ്. ഇന്ത്യൻ ടീം ബൂട്ടിട്ട് കളിക്കാൻ തയ്യാറാവാതിരുന്നത് കൊണ്ടാണ്. അത് ഇത് പറഞ്ഞ പോലെ ഒരു നെറേറ്റീവാണ്. അതൊന്നുമല്ല, അതൊന്നും വലിയൊരു അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതെ, അതൊക്കെ ബൂട്ടിട്ട് കളിക്കാത്ത ശീലം അക്കാലത്ത് പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനി ബൂട്ടിട്ട് കളിച്ചാലും ഇത്ര വലിയ എന്താണ് മാനം തിരിച്ചു കിട്ടുന്ന അവസ്ഥയുമില്ല. അതൊക്കെ വെറുതെ ഓരോ നമുക്കിങ്ങനെ ഒരു സെറ്റ് നെറേറ്റീവിൽ ചേർക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പം അതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളെ പൊലിപ്പിച്ച് വലുതാക്കി, ബൂട്ട് വാങ്ങാനുള്ള പണമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ അങ്ങോട്ട് പൊലിപ്പിച്ച് വലുതാക്കി സ്വന്തം നാടിനെയും അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ. അത്രയേ ഉള്ളൂ.